നമസ്കാരം. അവൾക്കൊപ്പം എന്ന ഒരു പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ദിലീപ് കേസിലെ അതിജീവിതയ്ക്കൊപ്പം എന്നതാണ് ആ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം. എന്താണ് അതിലെ വാസ്തവമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൾക്കൊപ്പം എന്നൊരു പ്രചരണം നടക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവൾക്കൊപ്പം എന്ന് പറയാൻ എല്ലാവർക്കും അവൾക്കൊപ്പം നിൽക്കുന്ന അതിജീവിതയ്ക്കൊപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അവൾക്കൊപ്പം എന്ന് പറയാനും, ആ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള വിധിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകാനുള്ള അവകാശം അവൾക്കൊപ്പം, അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ കോടതിയെ കുറ്റം പറയുന്ന, കോടതി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കും. പക്ഷേ കോടതി ശിക്ഷിക്കാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് യഥാർത്ഥ നീതി എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതിൻ്റെ പേരിൽ എങ്ങനെയാണ് കോടതിയെ കുറ്റം പറയാൻ പറ്റുക? പക്ഷേ ഇത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കോടതിക്കെതിരെ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കോടതി ഗൂഢാലോചന നടത്തിക്കൊണ്ട് ആണ് അതിൻ്റെ വിധി പുറപ്പെടുവിച്ചതെന്ന് പറയുന്ന തരത്തിൽ ഉള്ള പല സംഭവങ്ങളും ഈ അടുത്തിടെയായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദിലീപിൻ്റെ കാര്യത്തിലായാലും തിരുപ്പറംകുன்றത്തിൻ്റെ കാര്യത്തിലായാലും, തിരുപ്പറംകുன்றம் കേസിലെ വിധി പറഞ്ഞ ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യും, പുറത്താക്കും എന്നാണ് DMK പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കേസിൻ്റെ വിധി പറഞ്ഞ ന്യായാധിപനെ പുറത്താക്കും എന്ന് പറയുക, ന്യായാധിപൻ എതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത്. ഇതാരാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പിന്നിൽ ഒരു ഭീകരവാദ അജണ്ടയുണ്ടോ എന്ന ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴായി ഇത്തരം കാര്യങ്ങളിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമായ തലച്ചോറുകളാണ്. കാരണം രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തകർന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ജനതയെ, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ ഒട്ടാകെ ഉലയ്ക്കും. കാരണം കോടതികൾ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തിലാണ് പിന്നെ വിശ്വാസം അർപ്പിക്കാൻ കഴിയുക? അപ്പോൾ അതിനെതിരെ ഒരു പ്രഷർ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുക്കുക, ഒരു സമ്മർദ്ദ സംഘത്തെ സൃഷ്ടിച്ചെടുക്കുക, അതിലൂടെ അതിനെ തകർക്കുക എന്ന ഭീകരമായ ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. കാരണം തിരുപ്പറംകുன்றത്തിൻ്റെ കാര്യത്തിലല്ല, SDPIയുടെ ഒരു കേസിൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു അഖില ഹാദിയയുടെ ഒരു കാര്യത്തിലെ ആദ്യത്തെ വിധിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ളൊരു വിഷയം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അന്നും ഇത്തരം ഭീകരവാദ സംഘങ്ങൾ കോടതിക്കെതിരെയാണ് ആക്രമണം നടത്താൻ തയ്യാറായത്. ഇത്തരത്തിൽ വിധിക്കെതിരെ ഈ രീതിയിലുള്ള ആക്രമണം എന്നത് സത്യത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോടതി അലക്ഷ്യമാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് കോടതി അതിനെതിരെയൊന്നും ഉള്ള ശിക്ഷാവിധികളുമായി മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ഇത് ക്രൂരമായ, സത്യത്തിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു നയമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. 120B ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാത്തതിൻ്റെ കുറ്റം ആർക്കാണ്? അത് ആ കേസ് അന്വേഷിച്ച പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ കുറ്റമാണ്. അവർ മര്യാദയ്ക്കുള്ള തെളിവുകൾ സമർപ്പിച്ചാൽ മാത്രമല്ലേ കോടതിക്ക് കൃത്യമായി ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവാളി രക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ അന്വേഷണ സംഘത്തെ നിയമിച്ച സർക്കാരിനും അന്വേഷണ സംഘത്തിനുമാണ്. എന്നാൽ ഇത് കേസ് ഏൽപ്പിച്ച ഭരണകൂടം തന്നെ, സംസ്ഥാന സർക്കാർ തന്നെ ഇതിനു വേണ്ടിയിട്ട് അപ്പീൽ പോകാൻ തയ്യാറാകുന്നുണ്ട്. അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അപ്പീൽ കൊടുക്കുന്നതിനോടൊപ്പം അവൾക്കൊപ്പമാണ് സർക്കാർ. പക്ഷേ ഈ കോടതി വ്യവഹാരങ്ങൾ തെറ്റായ ദിശയിലാണെന്ന് സർക്കാരിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഏത് രീതിയിലാണ്, ഏതൊരു പ്രത്യാഘാതമാണ് ജനാധിപത്യത്തിനുണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നു പോലുമില്ല. അവരിതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതിനെതിരെ കൃത്യമായ രീതിയിൽ ഇടവേളകളില്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സാക്ഷിയില്ലാത്ത ന്യായാധിപൻ എന്നാണ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത്, ആ കേസ് വിധിക്കുന്ന ജസ്റ്റിസ്
ദിലീപിനെ കണ്ട ശേഷം എഴുന്നേറ്റു നിന്നു എന്നൊക്കെയാണ് ഒരാൾ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് എന്തൊരു വ്യാജമായ ഒരു ആരോപണമാണെന്ന് നോക്കണം. ഇതുമായി ബന്ധപ്പെട്ട് അല്പമെങ്കിലും ലോജിക്കലായിട്ട് യുക്തിഭദ്രമായിട്ട് പ്രതികരിച്ചത് രമേഷ് പിഷാരടി എന്ന നടനും സംവിധായകനും ആയ രമേഷ് പിഷാരടിയും അതോടൊപ്പം തന്നെ നടനും സംവിധായകനുമായ രഞ്ജി പണിക്കരുമാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞത് കോടതി ആണ് അതിൻ്റെ യഥാർത്ഥത്തിൽ വിധി പറയേണ്ടത്. അതിന് അവരെക്കാൾ ഉപരി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കോടതിയാണ് അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടതെന്ന്. കോടതിക്ക് മുകളിൽ നമ്മുടെ ന്യായമുണ്ട് എന്ന് പറയുന്നത്, കോടതിയുടെ വിധികൾ തെറ്റാണെന്ന് പറയുന്നത് രാജ്യത്തിന് ഒരിക്കലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും ഒരു ഭീകരവാദ ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് തന്നെ. ദിലീപിനെതിരെ ഏത് ഗൂഢാലോചന സംഘമാണോ പ്രവർത്തിച്ചത്, ദിലീപിനെതിരെ ഏത് മട്ടാഞ്ചേരി മാഫിയയാണോ പ്രവർത്തിച്ചത്, ആ മട്ടാഞ്ചേരി മാഫിയ തന്നെ കോടതികൾക്കെതിരെ കോടതി വ്യവഹാരങ്ങൾക്കെതിരെ, കോടതി നടപടികൾക്കെതിരെ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ചരിത്രത്തെ അട്ടിമറിക്കുക, രാജ്യത്തിൽ വളരെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളെ വളരെ കളങ്കിതമായ രീതിയിൽ അധിക്ഷേപിക്കുക, ഹിന്ദു ധർമ്മത്തെ മോശമായി ചിത്രീകരിക്കുക, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ദിലീപിനെതിരെയുള്ള കേസും കോടതിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന വ്യാജ ആരോപണങ്ങളും എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.